കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാബേജ് പക്കോട. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങാം. ഇത് 1.5 കപ്പ് കാബേജ് നീളത്തിലുള്ള നേർത്ത കഷ്ണങ്ങളാക്കിയത്, വലിപ്പം കുറഞ്ഞ ഒരു ഉള്ളി നേർത്ത കഷ്ണങ്ങളാക്കിയത്. ഇത് രണ്ടും ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 2-3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൈകൊണ്ട് 2-3 കഷ്ണങ്ങളാക്കി ചേർക്കാം. മല്ലിയില വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ അജ്വൈൻ. ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അജ്വൈൻ കാരം സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ. ഇത് കിട്ടിയില്ലെങ്കിൽ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പുട്ടിനൊക്കെ പൊടിച്ച് വെച്ച പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. 2 ടീസ്പൂൺ ഏതെങ്കിലും എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കണം. കാബേജിൻ്റെയും ഉള്ളിൻ്റെയും അളവിനനുസരിച്ചിട്ട് കടലമാവും അരിപ്പൊടിയും നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. എല്ലാം കൂടെ കുഴച്ച് വരുമ്പം ഈ പാകത്തിന് ഉണ്ടാവണം. ഇത് ജസ്റ്റ് ബൈൻഡ് ചെയ്യാൻ മാത്രം കടലമാവും അരിപ്പൊടിയും ചേർത്താൽ മതി, അധികം ചേർക്കണ്ട. എല്ലാം കൂടെ കുഴച്ച് വരുമ്പം ഈ പാകത്തിന് വേണം. ഇതിന് കണക്കായി വെള്ളവും ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. കാബേജ് പക്കോടക്കുള്ള കൂട്ട് റെഡിയാണ്. ഇത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അടുപ്പത്ത് ഒരു പാനിൽ ചൂടാവാൻ വെച്ച എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഈ പക്കവടയുടെ കൂട്ടിൽ നിന്ന് കൈകൊണ്ട് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വാരിയിട്ടാൽ മതി. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിടാം. രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള കൂട്ടും കൂടെ ഇതേപോലെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത് എണ്ണയിലേക്ക് ഇട്ടതും ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാബേജ് പക്കോട റെഡിയാണ്.
ഇതിൽ ഞാൻ ഫ്ലേവറിന് വേണ്ടി ഉപയോഗിച്ചത് അജ്വൈൻ അല്ലെങ്കിൽ കാരം സീഡ്സ്, ഓം എന്നൊക്കെ പറയുന്ന സീഡ്സ് ആണ്. അത് കിട്ടിയില്ലെങ്കിൽ കായപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജീരകമോ പെരുംജീരകമോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിച്ച് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.